കോടിക്കണക്കിന് ഫോളോവേഴ്സും ലൈക്കുമായി സോഷ്യൽ മീഡിയയിൽ BJPയെ പോലും വിറപ്പിച്ച ഒരു പുതിയ വിപ്ലവ പാർട്ടി ഡൽഹിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങി. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റ പാർട്ടി. എയർപോർട്ടിൽ ഈ പാർട്ടിയുടെ തലവൻ അഭിജിത് ദീപ്കെ ഇറങ്ങുന്ന നിമിഷം മുതൽ ഡൽഹി കത്തുവെന്നും ചോരപ്പുഴ ഒഴുകുമെന്നും കരുതി ക്യാമറയും തുറന്നു പിടിച്ച് ശ്വാസമടക്കി പിടിച്ചിരുന്ന ചാനലുകൾക്കും പ്രതിപക്ഷത്തിനും അവർക്ക് മുന്നിലേക്ക് കേന്ദ്ര സർക്കാർ എറിഞ്ഞുകൊടുത്തത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ആ ലക്ഷക്കണക്കിന് പാറ്റകൾ ജന്തർ മന്ദറിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഡിജിറ്റൽ ലോകത്ത് വിഴുങ്ങിയ ഈ പാറ്റ വിപ്ലവത്തിന്റെ പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണ്? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. പലരും പറയാൻ മടിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന്റെ ബാക്കി പത്രമാണിവിടെ. സംഭവം കേട്ടപ്പോൾ നമ്മളെല്ലാം കരുതിയത് ഇന്ത്യയിൽ അടുത്തൊരു ഫ്രഞ്ച് വിപ്ലവമോ ഒക്ടോബർ വിപ്ലവമൊക്കെ നടക്കാൻ പോവുകയാണെന്നാണ്. നേപ്പാളിലെ യുവാക്കൾ പോലീസിന്റെ ലാത്തിചാർജിനെ പോലും ഭയപ്പെടാതെ തെരുവിലേക്ക് ഇറങ്ങി ഭരണം അട്ടിമറിച്ചതുപോലെ ഇന്ത്യയിലും ഒരു ജൻസി കലാപം അഥവാ ജൻസി റവല്യൂഷൻ ഉണ്ടാകുമെന്നായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പരസ്യമായ ആഹ്വാനം. രക്തച്ചൊരിച്ചിലും അക്രമവും കൂടാതെ ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CJPക്കാർ ജന്തർ മന്ദറിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം സത്യത്തിൽ ഒന്ന് ഞെട്ടി. ഇന്ത്യൻ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നല്ലോ ഇവരുടെ വരവ്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ചെറിയൊരു ആശയുണ്ടായിരുന്നു. തങ്ങളുടെ ഒരൊറ്റ ആഹ്വാനത്തിൽ രാജ്യം മുഴുവനുമുള്ള പാറ്റകൾ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് ഡൽഹിയിലേക്ക് പറന്നെത്തുമെന്നായിരുന്നു CJP വക്താക്കൾ തട്ടിവിട്ടിരുന്നത്. കുറഞ്ഞതൊരു 1.5 ലക്ഷമെങ്കിലും എത്തും, അതാണ് ഏറ്റവും കുറവെന്നാ പറഞ്ഞത്. പക്ഷേ ജന്തർ മന്ദറിന്റെ സമരപ്പന്തലിലേക്ക് ക്യാമറ തിരിച്ചപ്പോഴാണ് ലോകം ആ മഹാത്ഭുതം കണ്ടത്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും വാരിക്കൂട്ടിയ CJPയുടെ സമരമുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. JNUവിലെ പതിവ് കസ്റ്റമർമാരായ SFI, MSF, അതുപോലെ AESF, ബാബ്സ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളിലെ കുറച്ചുപേരും ഡിജിറ്റൽ വിപ്ലവം നേരിട്ട് കാണാൻ വേണ്ടി കൊതി കൊണ്ടെത്തിയ ഏതാനും മലയാളി വിദ്യാർത്ഥികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ജന്തർ മന്ദർ അക്ഷരാർത്ഥത്തിൽ ശൂന്യമായിരുന്നു. ഫോളോവേഴ്സിന്റെയും ലൈക്കിന്റെയും എണ്ണം കണ്ട് അത് മുഴുവൻ അണികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഡൽഹിക്ക് അമേരിക്കയിൽ നിന്നും വണ്ടി കയറി എത്തിയ നേതാക്കൾക്ക് പറ്റിയ അമളി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ട്രോളായി മാറിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് മറ്റൊരു രസകരമായ സംഭവം അരങ്ങേറിയത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എഡിറ്റ് ചെയ്ത് തിളങ്ങി നിന്ന നേതാവ് അഭിജിത് ദീപ്കയെ നേരിട്ട് കാണാൻ വേണ്ടി സമരസ്ഥലത്ത് കാത്തുനിന്ന അണികൾക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ല. അതാണ് സത്യം. ഫോട്ടോയിൽ കണ്ട ഗ്ലാമറും ലുക്കും ഒന്നും നേരിൽ കണ്ടപ്പോൾ ഇല്ലായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ആളുകളെ ആകർഷിക്കാൻ നോക്കിയ നേതാവിന് സ്വന്തം അണികളെപ്പോലും കൃത്യമായി തിരിച്ചറിയാനും കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ വലിയ ദേശീയ വിപ്ലവം കവർ ചെയ്യാൻ ഏതാനും ചില മലയാളി ഓൺലൈൻ മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ദേശീയ മാധ്യമമോ പ്രാദേശിക ചാനലുകളോ ജന്തർ മന്ദറിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല. സത്യം പറഞ്ഞ ഡിസപ്പോയിന്റഡ്. ഫലത്തിൽ മാധ്യമ ശ്രദ്ധ നേടി വലിയൊരു വാർത്ത സൃഷ്ടിക്കുക എന്നൊക്കെ കരുതിയ കോക്രോച്ച് പാർട്ടിയുടെ ആദ്യത്തെ വലിയ വെടിക്കെട്ട് തന്നെ നനഞ്ഞ പടക്കമായി തീർന്നു. ഈ ഒരു പരിപാടിയിലൂടെ പൊതുസമൂഹത്തിനൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഈ പാറ്റകളുടെ മുഖംമൂടി അണിഞ്ഞു വരുന്നത് മറ്റാരുമല്ല, JNUവിലെ ചില ഇടത് ജിഹാദി ചിന്താഗതിക്കാരായ ആളുകൾ തന്നെയാണ്. അതായത് ഇന്ത്യ എഗെയിൻസ്റ്റ് എന്ന ചിന്താഗതിയുള്ള ആൾക്കാരെ സ്വന്തം സംഘടനകളുടെ പേരിൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഭയന്ന് ഒടുവിൽ പാറ്റ എന്ന പേരും സ്വീകരിച്ച് മുഖംമൂടിയിട്ട് ഇറങ്ങി ഇവരുടെ ആയുസ് എത്ര ദിവസം ഉണ്ടെന്ന് ഈ ജനപങ്കാളിത്ത കുറവിലൂടെ തന്നെ രാജ്യം കണ്ടറിഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീർന്നില്ല. യഥാർത്ഥ സസ്പെൻസ് കിടക്കുന്നത് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും കളിച്ച ആ മാസ്റ്റർ ഗെയിമിലാണ്. സാധാരണയായി ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധമോ സമരമോ നടത്തണമെങ്കിൽ 7 ദിവസം മുമ്പ് നിർബന്ധമായിട്ടും അപേക്ഷ സമർപ്പിക്കണമെന്നും എങ്കിൽ മാത്രമേ അനുമതി നൽകാവൂ എന്നും സുപ്രീം കോടതിയുടെ കടുപ്പമേറിയൊരു വിധി നിലവിലുണ്ട്. എന്നാൽ CJPയുടെ കാര്യത്തിൽ ഡൽഹി പോലീസ് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സമരത്തിനുള്ള ഔദ്യോഗിക അനുമതി പത്രം വലിച്ചങ്ങ് നീട്ടി. അതും പോരാഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങിയ അഭിജിത് ദീപ്കയ്ക്ക് പ്രത്യേക പോലീസ് എസ്കോർട്ടും കർശന സുരക്ഷയും നൽകി. പോലീസ് വണ്ടിയിൽ നേരിട്ടാണ് സമരസ്ഥലത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവ നേതാവിന് നൽകുന്ന രാജകീയ വരവേൽപ്പ്. അതും ഓർക്കണം, ഇന്ത്യക്കെതിരെ വിദേശ രാജ്യത്തിരുന്ന് ആഹ്വാനം നൽകിയ ഒരാൾക്ക്. ഇത് കണ്ട CJP ക്യാമ്പ് ആദ്യം ആകെ അമ്പരന്നു. പോലീസ് തങ്ങളെ തല്ലുമെന്നും ജയിലടയ്ക്കുമെന്നും അതുവഴി വലിയൊരു രക്തസാക്ഷി പരിവേഷം നേടി രാജ്യത്താകെ പടരാമെന്നൊക്കെയായിരുന്നു അവരുടെ കണക്ക് കൂട്ടൽ. എന്നാൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കി സമാധാനപരമായി സമരം നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തതോടെ ഇവരുടെ സകല പ്ലാനുകളും പൊളിഞ്ഞു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒത്തുകൂടി പ്രശ്നമുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത നേതാക്കൾക്കൊടുവിൽ പോലീസ് അനുമതി തന്നതുകൊണ്ട് നേരിട്ട് ജന്തർ മന്ദറിലേക്ക് പോകാൻ അണികളോട് ആഹ്വാനം ചെയ്യേണ്ടി വന്നു.
ഈ ഒരു തന്ത്രത്തിലൂടെ വലിയൊരു സംഘർഷ സാധ്യതയാണ് ഡൽഹി പോലീസ് വളരെ നിസ്സാരമായിട്ട് ഇല്ലാതാക്കി കളഞ്ഞത്. നിലവിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് മാത്രമാണ് ഇവരുടെ കൂടെ അല്പമെങ്കിലും ഒരു ആവേശത്തോടെയൊക്കെ നിൽക്കുന്നത്. എന്നാൽ ഈ വിപ്ലവത്തിനെത്തിയ പാർട്ടി നേതാക്കളെയും പാർട്ടി പ്രവർത്തകരുടെയും ചില കൊള്ളരുതായ്മകൾ അവിടെ കണ്ടിട്ടുമുണ്ട്. ഇഷ്ടംപോലെ വേസ്റ്റുകളാണ് അവിടെ കുന്നുകൂടി കിടക്കുന്നത്. അതൊന്നും ഈ പരിസ്ഥിതി പ്രവർത്തകൻ കണ്ടില്ലേ ആവൂ. എന്തായാലും ഈ വിപ്ലവത്തിന്റെ പതനം കണ്ട് ഏറ്റവും കൂടുതൽ കിളിപോയ അവസ്ഥയിലുള്ളത് രാജ്യത്തെ പരമ്പരാഗത പ്രതിപക്ഷ പാർട്ടികളാണ്. പ്രതിപക്ഷം നിലവിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണല്ലോ ഈ പുതിയ ജൻസി കൂട്ടായ്മയും ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ AAPയുടെ അതേ മുഖങ്ങളാണ് ഈ ജൻസി കൂട്ടായ്മയിൽ ഉള്ളത്. അത് നമ്മളിവിടെ ആരും ശ്രദ്ധിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഈ യുവതലമുറയുടെ സമരം ജനങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ രാജ്യത്തെ വൻകിട പ്രതിപക്ഷ പാർട്ടികളുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ കഞ്ഞിയിൽ ഈ പാർട്ടികൾ വന്ന് വീഴുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ആദ്യ ആവേശം കാണിച്ച പല പ്രതിപക്ഷ നേതാക്കളും ഇപ്പൊ പതുക്കെ ഈ സമരത്തിൽ നിന്നും വലിഞ്ഞിട്ടുണ്ട്. CJPയിൽ നിന്നും മൊത്തത്തിൽ വലിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന നിരീക്ഷണം അതെന്താണെന്ന് വെച്ചാൽ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടല്ലോ, അഥവാ CJP, അത് BJPയുടെ തന്നെ ഒരു തന്ത്രപരമായ സൃഷ്ടിയാണോ എന്നൊക്കെ ചിലർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവരോട് പറയാനുള്ളത് AAPയുടെ മുൻ കൺവീനറൊക്കെയാണ് ഈ അഭിജിത് ദീപ്കി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താ വെച്ചാൽ കരുതൂ. എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാമലൈ വലിയൊരു വിസ്മയമായി അവതരിപ്പിച്ചതുപോലെ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ BJP തങ്ങളുടെ അണിയറയിൽ രൂപപ്പെടുത്തിയൊരു B ടീമാണോ ഈ പാർട്ടികൾ എന്നൊക്കെ പറയുന്നവരോട് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കരുതൂ. ചരിത്രം പരിശോധന നമുക്കൊരു കാര്യം മനസ്സിലാകും. പണ്ട് ജന്തർ മന്ദറിൽ അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ അഴിമതി വിരുദ്ധ സമരത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ഒടുവിൽ BJP തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ ജനങ്ങളെ കബളിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി നമ്മുടെ AAP ഒരുക്കിയ പുതിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു നമ്മുടെ CJP എന്ന സംശയം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിലേക്ക് ചാടി വീഴരുതെന്ന പല രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങളും തങ്ങളുടെ അണികൾക്ക് ഇപ്പോൾ രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തോ ആകട്ടെ, സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിൻ്റെയും ലൈക്കിൻ്റെയും എണ്ണം നോക്കി ഈ പാറ്റകൾ BJPക്ക് മുകളിൽ പാറിപ്പറക്കുമെന്ന് പ്രവചിച്ചവരുടെയും പേജുകൾ തോറും വാർത്തകൾ പടച്ചുവിട്ടവരുടെയും വായ കഴിഞ്ഞ ദിവസത്തെ ജന്തർ മന്ദറിലെ പരാജയത്തോടെ പൂർണ്ണമായും അടഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും വിർച്വൽ ലോകത്തെ ലൈക്കുകൾ ഒരിക്കലും തെരുവിൽ വോട്ടുകളായോ അല്ലെങ്കിൽ അണികളായോ എത്തില്ല. ആ യാഥാർത്ഥ്യം ഈ കോക്രോച്ച് പാർട്ടി ഇപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു അറിവ് നൽകിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? CJP ഇനിയും വളരുമോ? അതിനുള്ള ചാൻസ് അവശേഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.